കൽക്കട്ടയിലെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൗറ ബ്രിഡ്ജും ഫ്ലവർ മാർക്കറ്റും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് വിക്ടോറിയ മ്യൂസിയത്തിലേക്കാണ്. കൽക്കത്തയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണക്കായി നിർമ്മിച്ചിട്ടുള്ള ഈ മന്ദിരത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് നമുക്ക് എത്തി നോക്കാം. 1906, 1921 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. 1901 വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിനു ശേഷം അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൽക്കത്തയിൽ ഇങ്ങനെ ഒരു വിക്ടോറിയ രാജ്ഞി ഓർമ്മക്കായി സ്മാരകം നിർമ്മിക്കുന്നത്. തലവേദന നിൽക്കണം. ഇതുവരെ നേപ്പാളിലും ഡാർജിലിങ്ങിലൊക്കെ ഭയങ്കര തണുപ്പായിട്ട് ഇപ്പോൾ ഭയങ്കര വെയിൽ, ചൂടെടുക്കണം. ഇവിടെ ക്ലൈമറ്റൊക്കെ ആകെ ചേഞ്ചായി. കൽക്കട്ടയിൽ ഭയങ്കര ചൂടാണ്. ഉച്ചക്ക് 12 മണിയാണ്. എന്നാലും ഫോട്ടോഷൂട്ടിനൊരു കുറവില്ല. പ്രവേശന കവാടം, എൻട്രി ഇവിടെ. 1906 വെയിൽസ് രാജാക്കന്മാരും പിന്നീട് രാജാവായിരുന്ന ജോർജ് 5-മനുമാണ് ഈ മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ടത്. പിന്നീട് ഇത് 1921 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് 1921 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. അങ്ങനെ തലസ്ഥാന നഗരിയിലെ ശ്രദ്ധേയ സ്മാരകം എന്ന സ്ഥാനം വിക്ടോറിയ മെമ്മോറിയലിന് നഷ്ടമായി. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ഇവിടെ ഒരുപാട് തിരക്കുകളുള്ള സ്ഥലം കണ്ടു. അതൊരു സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് സാമ്യമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ അവിടെ കാണിച്ചു തരും. ഓരോരുത്തരും ഫേസിന് സാമ്യമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അത് കാണാനുള്ളൊരു തിരക്കിലാണ്. അപ്പം ഞാനും സ്കാൻ ചെയ്യാൻ നോക്കി. സ്കാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് എന്താ നോക്കാം, ഇവരൊക്കെ ചെയ്യുന്നത്. അതത് റോഷൽ സിംഗാ. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വിശാലമായിട്ടുള്ളൊരു പാർക്കാണുള്ളത്. അവിടെ ഒരു കുളമുണ്ട്. അവിടെ കുറേ പേര് വിശ്രമിക്കുന്നതും അതിയെ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാം. വിക്ടോറിയ മെമ്മോറിയൽ.
അടുത്ത നമ്മൾ കൊൽക്കത്ത മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്ന മെട്രോ കൊൽക്കത്തയിലാണുള്ളത്. ഹുഗ്ലി നദിയിൽ കൂടെയാണ് ഈ മെട്രോ പോകുന്നത്. അങ്ങനെ മെട്രോയിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഇന്ത്യൻ മ്യൂസിയം കാണാനാണ് പോകുന്നത്. 1814 ഡാനിഷ് സസ്യശാസ്ത്രജ്ഞനായ നഥാനിയേൽ വാലിച്ചാണ് ഇത് സ്ഥാപിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ ആർട്ട്, ആർക്കിയോളജി, നരവംശശാസ്ത്രം, ജിയോളജി, സുവോളജി, ഇക്കണോമിക് ബോട്ടണി എന്നിങ്ങനെ 35 ഗ്യാലറികൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ മ്യൂസിയം. സാംസ്കാരിക, ശാസ്ത്രീയ, കരകൗശല വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന 6 വിഭാഗങ്ങളുമാണ്. ഹ്യൂമാനിറ്റീസുമായും പ്രകൃതിശാസ്ത്രവുമായും ബന്ധപ്പെട്ട് ഇന്ത്യൻ, ട്രാൻസ് ഇന്ത്യൻ എന്നീ അപൂർവവും അതുല്യവുമായ നിരവധി മാതൃകകൾ ഈ വിഭാഗങ്ങളുടെ ഗാലറിയിൽ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞിപ്പോ ട്രെയിനിലാണ്. ഹലോ, അപ്പൊ നമ്മളെ ടൂറൊക്കെ കഴിഞ്ഞു. ഇത് പെട്ടെന്ന് ടൂറ് മാനേജ് ചെയ്ത ആള് ഇത് അപ്പനാണ്, ഷിബിലി. പിന്നെ ടൂറ് പ്ലാൻ ചെയ്ത ആള് ഇത് അവിടെ ഇരുന്നേ. ആയി ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ കോഓർഡിനേറ്ററാണ്. ആദ്യം വിളിച്ചത് ഇപ്പനാണ് പിന്നെ. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.